രാജ്യത്താകമാനം ഓപ്പറേഷൻ ലോട്ടസിലൂടെ രാഷ്ട്രീയ എതിരാളികളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത് ബി.ജെ.പിക്ക് ഒരു ഹോബിയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ഈ ഓപ്പറേഷൻ ലോട്ടസിന്റെ പരിണിത ഫലം നമ്മൾ കണ്ടതാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ, ഗോവയിൽ, അരുണാചൽ പ്രദേശിൽ, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ അടക്കം നിരവധിയായ സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ ലോട്ടസ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 2014 ബി.ജെ.പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ നാമാവിശേഷമാക്കി, മഹാരാഷ്ട്രയിൽ ശിവസേനയെ, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ നാമാവിശേഷമാക്കി, ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയെ പിളർത്താനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്കാണ് ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കർണാടക MLC തെരഞ്ഞെടുപ്പാണ്. ഓപ്പറേഷൻ ലോട്ടസിലൂടെ കോൺഗ്രസ് ജനതാദള സർക്കാരിനെ താഴെയിറക്കി കോൺഗ്രസിന്റെ MLA-മാരെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ബി.ജെ.പി കരുത്തുകാട്ടിയ ഒരു സംസ്ഥാനമാണ്. അല്ലെങ്കിൽ DK ശിവകുമാറും സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കന്മാരെ വെല്ലുവിളിച്ച ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ബി.ജെ.പിക്ക് കോൺഗ്രസിന്റെ ഭരണത്തിന്റെ തണലിൽ ശക്തമായ തിരിച്ചടി നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കർണാടകയിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ MLC തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിപ്പിച്ച 5 സ്ഥാനാർത്ഥികളെയും പുഷ്പം പോലെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന് 4 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള അംഗബലമുണ്ടെങ്കിലും 5ാമതൊരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പിയുടെയും ജനതാദളത്തിന്റെയും MLA-മാരുടെ പിൻബലത്തിൽ, കരുത്തിൽ കോൺഗ്രസ് വിജയിപ്പിച്ചു. ഇതോടുകൂടി കർണാടക ബി.ജെ.പി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ധർമ്മസ്ഥലയിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തങ്ങൾ വോട്ടുമാറ്റി ചെയ്തില്ലെന്ന ധർമ്മസ്ഥലയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ MLA-മാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാനുള്ള നീക്കമാണ്. 10ലധികം MLA-മാർ കൂറുമാറിയത്, 1 ഡസനിലധികം MLA-മാർ കൂറുമാറി കോൺഗ്രസിന് വോട്ട് ചെയ്തത് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിനടക്കം വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. DK ശിവകുമാർ എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ, സർജിക്കൽ സ്ട്രൈക്കറായ നേതാവിന്റെ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത ഉടനാണ് MLC തെരഞ്ഞെടുപ്പ് വന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഓപ്പറേഷൻ ഹസ്ത ബി.ജെ.പിയുടെ കണ്ണ് തള്ളിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കർണാടകയിൽ ബി.ജെ.പി വലിയ നേതൃദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ബി.ജെ.പിയെ തന്റെ ഉള്ളം കൈയിലിട്ട് നയിച്ച അല്ലെങ്കിൽ ജനകീയനായ നേതാവ് BS യെദ്യൂരപ്പ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന്, അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തെ തുടർന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. യെദ്യൂരപ്പയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല. യെദ്യൂരപ്പയുടെ മകനാണ് സംസ്ഥാന അധ്യക്ഷനെങ്കിലും അച്ഛന്റെ നിഴൽ മാത്രമാണ് അദ്ദേഹം എന്ന് ബി.ജെ.പിക്കാർ തന്നെ പറയുന്നു. ശോഭ കരന്തലജയും തേജസ്വി സൂര്യയെ പോലെയുള്ള നേതാക്കന്മാരുണ്ടെങ്കിലും അവർക്കാർക്കും DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയുടെയും ചാണക്യതന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് ബി.ജെ.പി നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ ലോട്ടസിന് വർഷങ്ങൾക്കിപ്പുറം മധുര പ്രതികാരം നടത്തി DK ശിവകുമാർ ബി.ജെ.പി നേതൃത്വത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് DK ശിവകുമാറിനെ ED-യുടെ കള്ളക്കേസിനകത്ത് അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലടച്ച ബി.ജെ.പി നേതൃത്വത്തിനെതിരെ പ്രതികാര രാഷ്ട്രീയത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകില്ലെന്ന് കോൺഗ്രസ് ദിനം പ്രതി കർണാടകയിൽ പ്രഖ്യാപിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് MLA-മാരെ കോൺഗ്രസിന് അനുകൂലമാക്കി വോട്ട് ചെയ്തത്. അധികാരത്തിന്റെ അപ്പക്കഷ്ടം നുണയാൻ വേണ്ടി കോൺഗ്രസ് നകത്ത് വിള്ളൽ സൃഷ്ടിച്ച MLA-മാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കാണിച്ചും പണം നൽകിയും വിലക്കെടുത്ത ബി.ജെ.പിക്കുള്ള തിരിച്ചടിയാണ് ഈ MLC തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയത്. DK ശിവകുമാർ എന്ന ദൊഡ്ഡനഹള്ളി കമ്പഗൌഡ ശിവകുമാറിന്റെ ചാണക്യതന്ത്രങ്ങൾ ബി.ജെ.പി രാഷ്ട്രീയത്തെ കർണാടകയിൽ നിന്ന് നിലംപരിശാക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിൽ നടക്കുമ്പോൾ ഒരുപക്ഷെ കർണാടകയിൽ അധികാര തുടർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ പറയുന്നത്. കാരണം ദൊഡ്ഡനഹള്ളി കമ്പഗൌഡ ശിവകുമാർ എന്ന DK ശിവകുമാറും അദ്ദേഹത്തിന്റെ കനകപുരയും സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തുകയാണ്. കനകപുര റിപ്പബ്ലിക് എന്നാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ കർണാടകക്കാർ വിളിക്കുന്നത്. ഒരു സ്വതന്ത്ര രാജ്യമെന്നാണ് അഹങ്കാരത്തോടു കൂടി അവിടെയുള്ള ആളുകൾ പറയാറ്. അതേ രൂപത്തിൽ ഇപ്പോൾ കനകപുരയിലെ അതേ രൂപത്തിൽ കർണാടകത്തിലാകമാനം തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ കൊണ്ട് രാഷ്ട്രീയ എതിരാളികളായ ബി.ജെ.പിയെ സംഘപരിവാറിനെ നിലംപരിശാക്കുന്ന DK ശിവകുമാറിനെയാണ് കർണാടക കണ്ടുകൊണ്ടിരിക്കുന്നത്.